ഹായ് ഹലോ, ഞാനിന്നിടത്ത് കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കപ്പ വേവിച്ചത് നമ്മുടെ പാലക്കാർക്കൊക്കെ അറിയാം, കപ്പ വേവിച്ചത് തന്നെയാണ്. ചിലർക്കൊക്കെ ചെണ്ടമുറിയും കപ്പേനെ കുറിച്ചൊക്കെ അറിയത്തുള്ളൂ. ഇങ്ങനെ തേങ്ങ ഇട്ട് കപ്പ വേവിക്കുന്നതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച് ഇരിക്കുകയാണ്. ഇവിടെ നോക്ക്, ഈ ഒരു കപ്പയാണ്. ഇന്നലെ കുറച്ച് ചെണ്ടമുറിയും വേവിച്ചു, ഇന്നിപ്പോൾ ഇത് തേങ്ങ ഇട്ട് വേവിക്കാമെന്ന് വെച്ചുകൊണ്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ കാണാം, ഇത് ആദ്യം ഒന്ന് ഇതിന് തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് കൊത്തി നോക്കി. ഇങ്ങനെയാണോ നിങ്ങളൊക്കെ ചെയ്യുന്നത്? ഇതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കൊത്തി ഞുറുക്കി വെക്കില്ല. അതാ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി ഞുറുക്കി വെക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കൊത്തി ഞുറുക്കി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, തിളയ്ക്കാൻ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ തിളച്ച വെള്ളത്തിലോട്ട് ഇതെടുത്ത് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാതെ എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പയെല്ലാം ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതധികം സമയമൊന്നും വേണ്ട കപ്പ വേകാൻ. ഇതൊന്ന് തിളച്ചും ചില കപ്പയാണെങ്കിൽ വേവുള്ളതാണ്, വേവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒറ്റ തിളയ്ക്കുമ്പോഴേ നന്നായിട്ട് വേകും. ഇതൊന്ന് നോക്കാം. ഇതൊന്ന് നന്നായിട്ട് കുക്കായതിനു ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്ക് എടുക്കാം. ഞാൻ തേങ്ങ ചിരണ്ടി വെക്കും. അപ്പം ഞാനിവിടെ തേങ്ങ കുറച്ച് ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും തേങ്ങ മതി, കുറച്ചല്ലേ ഉള്ള കപ്പ. അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ടുണ്ടാവേ. 3 പച്ചമുളകും നമ്മളിതൊന്ന് ഒതുക്കിയെടുക്കുകയാണ് മിക്സിയുടെ ജാറിൽ. പിന്നെ ഒരു 2 വെളുത്തുള്ളി, അധികം വേണ്ട. പിന്നെ കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചും മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഞാൻ കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. കുരുമുളകൊക്കെ ഇട്ട് കൊടുത്താൽ ഗ്യാസ് കെട്ടാതിരിക്കുകയും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇത്ര സാധനമുള്ളൂ. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം മിക്സിയുടെ ജാറിൽ. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കൃഷി ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ അധികം അരിഞ്ഞു പോകണ്ട. പിന്നെ അത് വെന്ത കപ്പ വേകുന്നതേ ഉള്ളൂ. വേകുന്ന സമയത്ത് നമ്മൾ ഇന്നലെ കുറച്ച് കപ്പ പുഴുങ്ങിയായിരുന്നു, ചെണ്ടക്കപ്പ. ഇതാ ഇങ്ങനെ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. ഇനി ഇതും കൂടെ ഇത് ബാലൻസ് വന്നാണ്. അപ്പം നമുക്ക് ഇതിനെ കൂടി ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അത് വെന്ത് വരുമ്പം ഇത് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് വെന്ത് കണ്ടോ? ഇങ്ങനെ നമ്മൾ ഞെക്കി നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളമെല്ലാം കൂടെ എന്നിട്ട് ഊറ്റിയെടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇങ്ങനെ ചെയ്ത് കളയുന്നത് ഇങ്ങനെ. എന്നിട്ട് നമുക്ക് ഈ അരപ്പെടുത്ത് വെച്ചിട്ടില്ല, ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാതെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടില്ല. ഈ സമയത്താണ് നമ്മൾ ഉപ്പിടുന്നത്. അരപ്പിട്ടു, അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പ് ഇട്ട് കൊടുത്ത് ഓൾറെഡി അതിനകത്ത് വെള്ളം ഉണ്ടായിരിക്കും, ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. അതാ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ അരപ്പ് എല്ലായിടത്തോട്ടും ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതാ മിക്സ് ചെയ്യുന്നത് ഈ ഒരു തവി വെച്ചിട്ടാണ്. ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്യണം. നന്നായിട്ട് പൊടിഞ്ഞ് വരും. അതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, ഇളക്കുകാരി വന്നിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ഇടയ്ക്കൊന്ന് കുത്തിയൊക്കെ കൊടുക്കണം. അന്നേരം നന്നായിട്ട് പൊടിഞ്ഞ് വരും. നമുക്ക് കിട്ടിയ കപ്പ വലിയ മെച്ചമില്ലാത്ത കപ്പയാണ്. ഇവിടെ മൈസൂരിൽ കപ്പയൊക്കെ കിട്ടും. പക്ഷേങ്കിൽ വലിയ ക്ഷമ 60 രൂപ 1 കിലോ. അപ്പോൾ ഇളക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് നമ്മൾ കപ്പ വേവിക്കുന്നത്. ഇതിൻ്റെ കൂടെ നല്ല മീൻ കറി, ഇല്ലെങ്കിൽ ചിക്കൻ കറി, ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കനാണെങ്കിൽ നമുക്ക് അത് റെഡിയാകുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ കുറച്ചും കൂടെ ടേസ്റ്റ് വരണമെങ്കിൽ നമുക്ക് ഇതിന് കടുക് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വറ്റമുളകൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ എന്നിട്ട് ഇത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഫൈനൽ ലുക്ക് കപ്പയും, സൺഡേ സ്പെഷ്യൽ കപ്പയും ചിക്കൻ കറിയും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കമൻറ്റ് ഇടണേ ഇഷ്ടപ്പെട്ട. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓക്കെ.